പ്രിയ പ്രേക്ഷകരെ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടർച്ചയായി 9-ാം ദിവസവും തുടരുന്നതായിട്ട് അറിയിക്കുന്നു. മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മരണം എന്നുള്ള നിലയിലേക്കാണ് KC, VD, RC എന്നീ 3 ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. ഏതെങ്കിലും 2 പേർ ദയാവധത്തിന് അർഹരാകേണ്ടി വരും എന്നുള്ളത് തീർച്ചയാണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ അധികാര വടംവലി ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണെന്ന് പറയാൻ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട് നമ്മുടെ സോണിയാഗാന്ധി. ഇലക്ഷന് മുമ്പ് ചില പടുക്കിളവന്മാരായ കവിത എഴുത്തുകാരെയും സാഹിത്യ നായകന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. തുടർച്ചയായി ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷം നശിച്ചു പോകുമെന്ന് പറഞ്ഞവന്മാരെ ഒന്നും ഇപ്പൊ കാണാനില്ല, ആ കിളവന്മാരെയൊന്നും കേട്ടാ. ഇനി കേരളത്തിലെ ജൻസികൾ കോൺഗ്രസ് എന്താണെന്നോ കോൺഗ്രസിന്റെ ഭരണം എന്താണെന്നോ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത് കേട്ടോ. നോക്കൂ, കോൺഗ്രസിൽ നടക്കുന്ന ഈ അടി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തത് കൊണ്ട് മാത്രം തീരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് വേണ്ടിയുള്ള അടിയിനും കേരളത്തിൽ നടക്കാനിരിക്കുന്നതേ ഉള്ളൂ പ്രിയ സുഹൃത്തുക്കളെ. KC, RC, VD, VC ഇങ്ങനെ പോകുന്ന ഒരു 2 അക്ക നിര കേൾക്കുമ്പോൾ വിദേശ മദ്യത്തിന്റെ ബ്രാൻഡ് നെയിം പോലെ നമുക്ക് തോന്നും ചില വാക്കുകൾ കേൾക്കുമ്പോഴേ. പക്ഷെ അതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഒരു ലിസ്റ്റാണ് ഈ 2 അക്കം. നോക്കൂ, കേരളത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടു കൂടി ജയിപ്പിച്ചു വിട്ട 3 MLA-മാരായി ഈ പരീക്ഷാ ഹാളിലൊക്കെ കോപ്പി അടിച്ചിട്ട് പ്രിൻസിപ്പലിന്റെ മുമ്പിൽ കൊണ്ട് പിടിച്ചു നിർത്തിയിട്ടില്ലേ? ആ അവസ്ഥയിൽ പോയി നിൽക്കുന്ന കണ്ടോ 3 നേതാക്കന്മാർ. എനിക്കിത് തുടക്കത്തിലേ കത്തിയിരുന്നു കേട്ടോ. KC വേണുഗോപാൽ ദില്ലിയിൽ നിന്ന് കപ്പയും മുളക് ചമ്മന്തിയും കഴിക്കാനായിട്ട് കേരളം വരെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ കഥയിൽ മറ്റാരും ഇല്ല, ജോർജ് സാറ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ അന്നേ വിചാരിച്ചു. ഇനി ഹൈക്കമാൻഡിന്റെ തീരുമാനം വരണമത്രേ. ലോ കമാൻഡിന്റെ തീരുമാനം കംപ്ലീറ്റ് കഴിഞ്ഞു. കാരണം 102 സീറ്റോട് കൂടി കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടു. ഇനി കളി കാണാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആരാണെന്നറിയാമോ? KCG എന്ന് വിളിക്കാൻ പ്രത്യേക കാരണമുണ്ട്. BJPയും കോൺഗ്രസുമായിട്ടുള്ള നല്ലൊരു ബ്രിഡ്ജാണ് ഈ KCG. കാരണം 1 വേ ആണ്. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകേണ്ടവർക്ക് പോകാനായിട്ട് നല്ലൊരു ബ്രിഡ്ജ് പണിതിട്ടിരിക്കുകയാണ് ഈ KCG. ഇദ്ദേഹം ഹൈക്കമാൻഡിന്റെ അല്ലെങ്കിൽ കേന്ദ്ര ആസ്ഥാനത്ത് എന്ന് എത്തിപ്പെട്ടോ അന്ന് കോൺഗ്രസിന്റെ അധപ്പതനം തുടങ്ങിയെന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. കാരണം എത്രയോ സംസ്ഥാനങ്ങളിലാണ് ഇദ്ദേഹം കോൺഗ്രസിനെ പൊട്ടി പിളർത്തി BJPയിലേക്ക് അടർത്തി മാറ്റിക്കൊണ്ട് കൊടുത്തത്. ഇത് രാഹുൽ ഗാന്ധിക്കും അറിയാം, പ്രിയങ്ക ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒക്കെ അറിയാം. പക്ഷേ അവരുടെ കുടുംബ സംരക്ഷണത്തിന് വേണ്ടി അവരെ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നെന്ന് മാത്രം. ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. രാജസ്ഥാനിൽ ഇദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു ഈ KCGയെ. അവിടുന്ന് 2.5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് ആലപ്പുഴയിൽ മത്സരിക്കാനായിട്ട് ആ സീറ്റ് BJPക്ക് വെച്ച് മാറിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ MLA പോലും അല്ലാത്ത KCG കേരളത്തിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി മാറണം. എന്താ അല്ലേ? ഇതിനകത്ത് പെട്ടുപോയൊരു കൂട്ടരുണ്ട്, മുസ്ലിം ലീഗ്. അവർ ഈ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഇങ്ങനെ ഞരമ്പൊക്കെ മുറുകി നിൽക്കുന്ന സമയത്താണ് ഇവന്മാരുടെ ഈ കൂട്ടത്തല്ല്. ക്ഷമിക്കാൻ പറ്റുമോ? ഓർത്ത് നോക്കിയേ. എന്നാലും മുസ്ലിം ലീഗിൻ്റെ ഒരു കാര്യമേ, ബിരിയാണി കൊണ്ട് മുമ്പിൽ വെച്ചിട്ട് കഴിക്കരുതെന്ന് പറയുന്ന ഒരവസ്ഥ. നമുക്കിപ്പോൾ എന്ത് KCയോ VDയോ RCയോ ആരെങ്കിലും വരട്ടെ, പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങളെ കൊഞ്ഞനം കുത്തുന്ന ഒരു ഏർപ്പാടായിപ്പോയി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് കോൺഗ്രസ്സുകാരും അംഗീകരിക്കുന്നുണ്ട് ഇല്ലേ? ഇവർ 3 പേരും 60 വയസ്സ് മേൽ പ്രായമുള്ളവരാണ്, പക്വത മുതിർന്നവരാണ്. പൊതു ഇടങ്ങളിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയപരമായിട്ട് സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് പ്രവർത്തിച്ച് വന്നവരല്ലേ. ഇവർക്ക് അല്പം മര്യാദ മാന്യത ഉണ്ടെങ്കിൽ ഈ ഇലക്ഷന് മുമ്പേ തോറ്റാൽ പ്രതിപക്ഷ നേതാവ് ആരാണ്, ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാണെന്ന് തിരഞ്ഞെടുക്കാൻ ഒരു കഴിവില്ലാത്ത കോൺഗ്രസ് നേതൃത്വം കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഇവരെയൊക്കെ ഉണ്ടല്ലോ 8ാമത്തെ അത്ഭുതമായിട്ട് ഈ കോൺഗ്രസിനെ പ്രഖ്യാപിക്കണമെന്നുള്ളത് എൻ്റെ അഭിപ്രായം. ചുമ്മാതാണോ ഈ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പപ്പു എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ പപ്പു ആണേ എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ ഗാന്ധി. ഒരു നേതൃത്വവും ഇല്ലാത്ത ഒരു കഴിവുകെട്ട നേതൃത്വം ഈ കോൺഗ്രസിനെ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഈ ഗാന്ധി കുടുംബം ഏറ്റെടുത്തതിന് ശേഷം എത്രയോ സംസ്ഥാനങ്ങളിൽ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഇപ്പോഴും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജ്യസന്നദ്ധ പോലും ഈ KC അടക്കമാണ് അറിയിക്കാത്ത ഒരു നേതാക്കന്മാർ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. ചോദ്യം ചെയ്യാനും ആരുമില്ല. ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, കേന്ദ്രത്തിൽ BJPക്കെതിരെ ഒരു സ്ട്രോങ് ശക്തിയായിട്ട് നിൽക്കണം കോൺഗ്രസ് എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ഇവരെ കൊണ്ടൊന്നും പറ്റില്ലെന്നേ. വെറും ബ്രിഡ്ജ്. കോൺഗ്രസിൽ നിന്ന് എത്ര നേതാക്കന്മാരെ, എത്ര അനുയായികളെ BJPയുടെ പാളയത്തിലേക്ക് എത്തിക്കാം എന്ന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്ന, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബവും അതിനോട് ഒപ്പം യോജിച്ചു പോകുന്ന കുറേ നേതാക്കന്മാരും, ഗാന്ധി കുടുംബവും, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല പോലുള്ള കുറേ നേതാക്കന്മാർ, സതീശൻ അടക്കം. ഇലക്ഷൻ്റെ റിസൾട്ടിന് തലേ ദിവസം സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പറന്നിറങ്ങി മംഗലാപുരത്തെത്തി BJP നേതാക്കളെയും അതേപോലെ SIT ചോദ്യം ചെയ്ത സ്വർണ്ണക്കടത്ത് കേസിലെ, ശബരിമല വിഷയത്തിലെ ആ പ്രതികളെയൊക്കെ പോയി കണ്ടതിൽ ഇവിടുത്തെ ഒരു മാപ്രകൾക്കും ഒരാൾക്കും ഒരു എതിരഭിപ്രായമില്ല. സതീശൻ്റെ പ്ലാൻ B ആയിരുന്നത്. അഥവാ കോൺഗ്രസ് കേരളത്തിൽ അടപടലം മൂഞ്ചിയാൽ സെക്കൻഡ് പ്ലാൻ ആയിരുന്നു പ്ലാൻ B.
കെ സി ആയിക്കോട്ടെ, വി ഡി ആയിക്കോട്ടെ, ആർ സി ആയിക്കോട്ടെ, ഇവരുടെയൊക്കെ കളസങ്ങളുണ്ടല്ലോ കാവ്യവൽക്കരണമാണ്.